നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഓസ്കാർ ചൈന വിടുന്നു. ബ്രസീലിയൻ ഫുട്ബോളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരമായിരുന്നു ഓസ്കാർ. പക്ഷേ പിന്നീട് അദ്ദേഹം ചെൽസി വിട്ട് ചൈനീസ് ക്ലബിലേക്ക് പോയതോടുകൂടി അദ്ദേഹത്തെ ദേശീയ ടീമിലേക്കൊന്നും വിളിക്കാതെയായി. ഏതായാലും ഇപ്പോൾ വീണ്ടും അദ്ദേഹം ചൈന വിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുകയാണ്. ഇപ്പം വരുന്ന ജനുവരിയോടുകൂടി അദ്ദേഹം ചൈന വിടുകയാണ് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഓസ്കാർ തന്നെ അക്കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. ഷാങ്ഹായ് പോർട്ടിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. 2017 ജനുവരിയിലായിരുന്നു അദ്ദേഹം ചെൽസി വിട്ടു പോകുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയർ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇരിക്കെയാണ് മറ്റു ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകാനുള്ള തീരുമാനമെടുക്കുന്നത്. ആ ഘട്ടത്തിൽ നമുക്കറിയാം ചൈനയിലേക്ക് സൂപ്പർ താരങ്ങൾ അവർ ആകർഷിക്കുന്ന സമയമാണ്. അങ്ങനെയാണ് ഓസ്കാറിനെ ഷാങ്ഹായ് പോർട്ട് സ്വന്തമാക്കുന്നതും അവിടേക്ക് അദ്ദേഹം പോവുകയും ചെയ്തത്. വലിയ ഒരു തുകക്കാണ് അന്ന് അദ്ദേഹം പോയത്. 175 മില്യൺ യൂറോയുടെ ഡീലായിരുന്നു. ഇപ്പം ഓസ്കാർ അവിടം വിട്ടു പോരാനുള്ള തീരുമാനമെടുക്കുമ്പോഴും പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു ലൈഫാണ് ചൈനയിൽ കിട്ടിയത് എന്ന്. ഇവിടെ വന്നെങ്കിൽ മാത്രമേ ചൈനയുടെ ജീവിത നിലവാരം എന്താണെന്ന് മനസ്സിലാവുക എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ആദ്യം ഒന്ന് നോക്കാം. അദ്ദേഹം പറയുന്നു, ഒരു ഫൈനൽ ഡിസിഷൻ എൻ്റെ ഫാമിലിക്കൊപ്പം ചേർന്നുകൊണ്ട് ഞാൻ വരുന്ന ആഴ്ചകളിൽ തന്നെ എടുക്കും എങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്നുള്ളതിൽ. ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് മറ്റെവിടെയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒന്നാണ്. നോക്കുക, ഇവിടെ വന്ന് നോക്കിയെങ്കിൽ മാത്രമേ ഞാൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത്രയും മികച്ച ലൈഫാണ് ചൈനയിൽ ലഭിച്ചത് എന്ന് തന്നെ ഓസ്കാർ തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹം ഇനി എങ്ങോട്ടേക്ക് എന്നുള്ള ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട്. യൂറോപ്പിലേക്ക് ഓസ്കാർ മടങ്ങുമോ? പക്ഷെ അതിനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹം ഒന്നുകിൽ ബ്രസീലിലേക്ക് അല്ലെങ്കിൽ മേജർ ലീഗ് സോക്കറിലേക്ക് MLS ചേക്കേറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഓസ്കാറിൻ്റെ ഒരു കരിയർ ഒരു ഔട്ട്ലൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം സാവോപോളോ ക്ലബിലൂടെയാണ് സീനിയർ കരിയർ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് ഇൻ്റർനാഷണലിലേക്ക് അദ്ദേഹം മാറുന്നു. ചെൽസിയിലേക്ക് എത്തുന്നു 2012. അവിടെ മുതൽ 2017 വരെ അദ്ദേഹം ചെൽസിയിൽ തന്നെ തുടർന്നു. അതിനുശേഷം 2017 അദ്ദേഹം ഷാങ്ഹായ് പോർട്ടിലേക്ക് പോകുന്നത്. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ അണ്ടർ 20 അദ്ദേഹം കളിച്ചു. അതുപോലെ തന്നെ ഒളിമ്പിക് ടീമിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അണ്ടർ 23 ടീം, അതായത് ഒളിമ്പിക്സ് ടീമിൽ അദ്ദേഹം കളിച്ചു. കൂടാതെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 48 അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നെയ്മറോളം തന്നെ പ്രാധാന്യം ഓസ്കാറിന് ലഭിച്ചിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഫോർഗോട്ടൻ സ്റ്റാർ എന്നാണ് പലരും അദ്ദേഹത്തെ പറയാറുള്ളത്. അദ്ദേഹം വിസ്മൃതിയിൽ നിന്ന് തിരികെ വരും ഈ ഒരു പുതിയ കാൽവെപ്പിൽ എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.